ഹായ് ഓൾ, ദിസ് ഈസ് അമൽദ. വെൽക്കം ടു സൊഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ മാനുവലി ആഡ് ചെയ്യുന്നത് എന്നാണ്. നമുക്ക് ഒന്നുകിൽ ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫിറ്റ് ചെയ്യും. ഈ രണ്ട് ഓപ്ഷൻസ് അല്ലാതെ നമുക്ക് നമ്മുടെ ബുക്സിലേക്ക് ട്രാൻസാക്ഷൻസ് മാനുവലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ ബാങ്കിങ് എന്നുള്ള മോഡ്യൂളിൽ പോകുന്നു. ഇവിടെ നമ്മുടെ ഏത് ബാങ്കിലേക്കാണ് നമുക്ക് ട്രാൻസാക്ഷൻ ആഡ് ചെയ്യേണ്ടത് ആ ബാങ്ക് സെലക്ട് ചെയ്യുന്നു. ദെൻ ആഡ് ട്രാൻസാക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഏത് കാറ്റഗറി ആണോ, മണി ഇന്നിലാണോ മണി ഔട്ടിലാണോ, ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമുക്ക് ട്രാൻസാക്ഷൻ ആഡ് ചെയ്യേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യും. ഇപ്പം ഞാനിവിടെ ഒരു എക്സ്പെൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട്, ഏത് അക്കൗണ്ടിലാണ് നമുക്ക് ഈ എക്സ്പെൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിലാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ദെൻ എനിക്ക് വെൻഡറില്ല, ജസ്റ്റ് ഒരു പെറ്റി പേയ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെയാണ്. എമൗണ്ട് നമുക്കൊരു 150 റുപ്പീസാണ് ആയത്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിൽ നിന്നും ഈ ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ബാങ്ക് അക്കൗണ്ട് ഇവിടെ നമുക്ക് പ്രിൻറ്റിംഗ് ആൻഡ് ഡിസ്പ്ലേ ജേണലിൽ കാണാൻ പറ്റും. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു എൻട്രി ഇവിടെ പാസ്സായിട്ടുണ്ടാവും.